എല്ലാവർക്കും നമസ്കാരം. ഒരമ്മ എഴുതി അയച്ചു തന്നിട്ടുണ്ട്. ക്ലിയർ അല്ല, അതുകൊണ്ട് ചിലപ്പം ഒന്ന് തപ്പി തടഞ്ഞ് ആയിരിക്കാം വായിക്കുന്നത്. എങ്കിലും മനോഹരമായിട്ടുള്ള അനുഭവമാണ്, കേട്ടാലോ? എൻ്റെ പേര് ബീന ഷിബു എന്നാണേ. എൻ്റെ എല്ലാ സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ ഓരോ ശ്വാസത്തിലും കണ്ണനുണ്ട്. എല്ലാ ദിവസവും ത്രിമധുരം ഞാൻ കേൾക്കാറുണ്ട്. അതെല്ലാം ജോലി സ്ഥലത്ത് വളരെ ഭക്തിയോടെ ഞാൻ പറയാറുണ്ട് കേട്ടോ എല്ലാവരോടും. എനിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചുണ്ടായിട്ടുള്ള അനുഭവം ഞാൻ ത്രിമധുരത്തിൽ ഈ ദിവസം പറയാൻ ആഗ്രഹിക്കുന്നു. വ്യാഴാഴ്ചയാണ് എഴുതി അയച്ചു തന്നിരിക്കുന്നത്. ഞാൻ ആദ്യമൊക്കെ പറ്റുന്ന എല്ലാ വ്യാഴാഴ്ചയും കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയിട്ട് വ്രതം എടുക്കാറുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് വർഷം മുമ്പ് ഒരു വ്യാഴാഴ്ച ദിവസമായിരുന്നു എൻ്റെ പിറന്നാൾ. എൻ്റെ ജോലി സ്ഥലത്തുള്ള ഒരു കുട്ടി ഗുരുവായൂർ അമ്പലത്തിൽ പോയി കണ്ണനെ തൊഴുത് ഭക്ഷണം കഴിച്ച് പായസം കഴിച്ചു വന്നു എന്ന് പറഞ്ഞു. അവൾ അത് പറഞ്ഞപ്പോഴേ എനിക്ക് വല്ലാത്തൊരാഗ്രഹം. ഞാൻ എപ്പോഴും വിചാരിക്കും എനിക്ക് അമ്പലത്തിൽ പോയിട്ട് പ്രസാദ് ഹോട്ടലിൽ പാൽപ്പായസം കഴിക്കണമെന്ന്. പക്ഷേ ഗുരുവായൂർ അമ്പലത്തിൽ ഒറ്റയ്ക്ക് പോയിട്ട് അങ്ങനെ ചെയ്യാനൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ പിറന്നാൾ ദിനത്തിൽ ഗുരുവായൂർക്ക് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഞാൻ പോയത്. വരി നിന്ന് കണ്ണനെ കണ്ട് തൊഴുത് പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഉള്ള ക്യൂ. വ്യാഴാഴ്ചയാണെങ്കിലും ഭഗവത് പ്രസാദം കഴിക്കാൻ ഞങ്ങൾ വരുന്നു കേട്ടോ. അപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ ടോക്കൺ കഴിഞ്ഞു പോയിക്കോ എന്ന് പറഞ്ഞു. എന്നാലും ഞങ്ങൾ അവിടെ നിന്നു. മുന്നിലുള്ളവരൊക്കെ അങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ വന്ന് പറഞ്ഞു, കുറച്ച് പേർക്ക് കൂടെ ഭക്ഷണമുണ്ട്, വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഭക്ഷണത്തിൻ്റെ സീറ്റിലെ ഇലയിൽ വന്നു. ഭക്ഷണം വിളമ്പിയിരുന്നു. അപ്പോൾ കറി ഒക്കെ വിളമ്പിയിരുന്നു. ഞാൻ ഒന്ന് തൊട്ട് കഴിച്ചു. അപ്പോഴാണ് വിളമ്പുന്ന ചേട്ടൻ ഭക്ഷണം കഴിക്കുന്ന കുറച്ചുകൂടെ മാറിയിരുന്നോളൂ, കുറച്ച് ആളുകൾക്ക് കൂടെ ഇരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ കറി കഴിച്ചു പോയിന്ന്. ചേട്ടൻ പിന്നെ എന്നെ വളരെ ചീത്ത പറഞ്ഞു കേട്ടോ. എങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഭഗവാന്റെ പ്രസാദം കിട്ടിയില്ല എന്ന് പറഞ്ഞ് കിട്ടിയപ്പോൾ ഇങ്ങനെ ആയപ്പോൾ വളരെ സങ്കടമായി. ഞാൻ ചേട്ടനോട് കരഞ്ഞു പറഞ്ഞു, ചേട്ടാ ഞാൻ എൻ്റെ ജന്മദിനമാണ്, അതുകൊണ്ട് അറിയാതെ ചെയ്തു പോയതാണ് എന്ന്. അവസാനം ചേട്ടൻ പറഞ്ഞു അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. പിന്നെ അവസാനം എന്താ സംഭവിച്ചതെന്ന് അറിയോ? ചേട്ടൻ എനിക്ക് പാൽപ്പായസം കൊണ്ടു തന്നു. എന്നിട്ട് എന്നോട് ജന്മദിന ആശംസയൊക്കെ പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷമായി. കുറച്ചൊന്ന് സങ്കടമായെങ്കിലും പിന്നീട് അത് ചിരിയിലേക്ക് സന്തോഷത്തിലേക്ക് മാറിയ ആ ഒരു ദിവ്യാനുഭവം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാൽപ്പായസം ആ കുട്ടിക്ക് കൊടുക്കണമെന്ന് ഭഗവാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെയല്ലേ, അതുകൊണ്ടല്ലേ ചേട്ടൻ്റെ അടുത്ത് തന്നെ വന്നതും ചേട്ടൻ അങ്ങനെ ചീത്ത പറയാൻ തോന്നിയതും. അവിടെ തന്നെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ചിലപ്പം പാൽപ്പായസം കിട്ടിയില്ല എന്ന് വരും. എന്താ കഥ അല്ലേ? ഭഗവാൻ അങ്ങനെ ഓരോന്ന് കാണുകയാണ്, കണ്ട് നമ്മളെ മോഹിപ്പിക്കുകയാണ്. മോഹിപ്പിച്ച് അനുഭവങ്ങളായിട്ട് നമ്മളിലേക്ക് അങ്ങനെ എത്തിക്കുകയാണ്. ഒന്നും പറയാനില്ല. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരാം. എല്ലാ മാസവും 7 പേർക്ക് കൃഷ്ണവിഗ്രഹം സമ്മാനമായിട്ട് നൽകുന്നുണ്ട്. എല്ലാവർക്കും നല്ല ദിവസം പ്രാർത്ഥിക്കുന്നു.